ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരായി വരുന്ന ഈ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഇതൊരു രാഷ്ട്രീയ പകപോക്കൽ എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ജോഷി ആന്റണിക്ക് വലിയൊരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുണ്ട്. താങ്കൾ EMSനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ EMSും നിങ്ങളുടെ കുടുംബമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്ന 1948 നിരോധിക്കുന്ന സമയത്ത് നേതാക്കളെല്ലാവരും ഒളിവിൽ പോയി. അന്ന് അപ്പാപ്പന് പ്രസ്ഥാനമായിരുന്നു. പ്രസ്സിൽ ജോലിക്കാരുടെ ഫാദറൊക്കെ സജീവമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള ആളായിരുന്നു. അല്ല, കോൺഗ്രസ്സുകാരായിരുന്നു. അപ്പന്റെ അപ്പൻ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ്. ഈ കൽക്കട്ട ഈ സമയത്തൊക്കെ ഫാദറിന്റെ ഒരു നിലപാട് എന്തായിരുന്നു? അത് അമ്മയുടെ അപ്പനാണ്. അമ്മയുടെ അപ്പൻ ഇവർക്ക് സകല ഒളിവ് സൗകര്യങ്ങളും കൊടുത്തിരുന്നിട്ടുള്ള ഒരു സഖാവായിരുന്നു. അവിടെ വന്നിട്ടാണ് എൻ്റെ മൂത്ത അച്ഛൻ മീൻസ് അമ്മയുടെ ആംഗള, മൂത്ത അങ്കിളിന് 11 വയസ്സും അമ്മയ്ക്ക് 9 വയസ്സുമാണ്. അപ്പോഴാണ് സഖാവ് EMSനെ തട്ടിന്റെ മുകളിൽ ഉണ്ടാക്കണം. തട്ടിന്റെ മുകളിൽ വീട്ടിൽ ഒളിച്ചിരുന്നിട്ടുണ്ടല്ലേ? ഉയരം കുറഞ്ഞ മച്ചിന്റെ മുകളിലായിരുന്നു 1.5 മാസം. എന്നിട്ട് രാത്രി ഓട് പൊളിച്ചിട്ട് പുറത്തുകൂടെ കോണിമുകൂടെ ഇറക്കിയിട്ട് താഴെ ഇരുത്തിയിട്ട് കപ്പ് തലയിൽ മുട്ടിച്ച് കുളിപ്പിക്കും. എന്നുവെച്ചാല് ശബ്ദം കേട്ടാൽ വരും, പുറത്തുനിന്ന് ആൾക്കാർ എടുത്തിട്ട് പോകും. യെസ്, അതുപോലെ മുട്ടിച്ച് കുളിപ്പിക്കും, ഇരുത്തി കുളിപ്പിക്കും. പിന്നെ വസ്ത്രങ്ങൾ പ്രസ്സിൽ കൊണ്ടുപോയിട്ട് കൊടുത്തേക്കും. എന്നിട്ട് അവർ പുഴവരത്തിട്ട് ഉണക്കിയിട്ട് അവർക്കറിയില്ല ഈ അവസ്ഥപ്പേണ്ട പ്രസ്സിൽ നിന്ന് വരുന്ന കുപ്പായം പണിക്കാരുടെയാണെന്നുള്ള അവരുടെ ധാരണ. എന്നിട്ട് അത് മടക്കി കൊണ്ടുവരും. രാത്രി പ്രസ് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരും മാറി കൊടുക്കാനായിട്ട്. മീറ്റിംഗ് ഉള്ള ദിവസങ്ങളിൽ ഇവർ പുറത്തുനിന്നുള്ള ആളുകൾ, ഈ AKG കൃഷ്ണപിള്ള അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് അവരൊക്കെ ഒളിവിലാണ്. എല്ലാവരും ഒരുത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിടിച്ചു പോകുമ്പോൾ നേതൃത്വം മുഴുവൻ ഉള്ളിൽ പോകും. അപ്പോൾ കിട്ടുകയാണെങ്കിലും ഒരു ഒളിസ്ഥലം ഒറ്റിപ്പോയാൽ ഒരാളെ കിട്ടുള്ളൂ. വന്നു കഴിഞ്ഞിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവർ അതുപോലെ തന്നെ പോകും. അപ്പോൾ മീറ്റിങ്ങുകൾ നമ്മുടെ വീട്ടിലും നടക്കും, അതുപോലെ സഖാവ് ഇറങ്ങിപ്പോയിട്ട് മറ്റു വീടുകളിലും നടക്കും. ഒരുമിച്ച് ഒരിക്കലും കിട്ടില്ല. മീറ്റിംഗ് ഉള്ള ദിവസമാണ് ശരിക്കും പുറത്ത് മുഴുവൻ സംരക്ഷണ വലയം ഉണ്ടാവും ഇതുപോലെയുള്ള ആളുകളുടെ. ഈ മച്ചിന്റെ പുറത്ത് തന്നെ സ്വകാര്യമായിട്ട് വളരെ ശബ്ദം കുറച്ചിട്ട് സ്ഥാനം പകല് നടത്തും. പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ? ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പം EMSന്റെ ഒരു, കാരണം EMSന്റെ ഒക്കെ ഒരു പാരമ്പര്യം പിൽക്കാല രാഷ്ട്രീയത്തിൽ എത്ര ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്കത് അന്വേഷണ വിഷയമാക്കിയിട്ടും കാര്യമില്ല. അദ്ദേഹം ഒരു അധികാര വടം വലിക്കും അദ്ദേഹം ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഓഡിറ്റർ എന്നുള്ള നിലയിൽ താങ്കൾക്ക് നിശ്ചിതമായ ചില നിലപാടുകൾ ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം കണക്കിന്റെ ലോകത്താണോ താങ്കൾ കുറച്ചു കാലം കഴിഞ്ഞത്. അപ്പം കണക്ക് വിട്ടൊരു കളിയില്ല എന്ന് ആൾക്കാർ പറയില്ലേ എന്ന് പറയുന്ന പോലെ കണക്കിന്റെ ലോകത്ത് കഴിയുന്ന ഒരാൾ വളരെ ബുദ്ധിമുട്ടി താങ്കൾ ഉണ്ടാക്കിയ നിക്ഷേപിച്ച പണം തിരിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ സന്ധിയില്ലാത്തൊരു സമരത്തിന് ഇറങ്ങിത്തിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് ഏതെങ്കിലും നേതാവ് താങ്കളുടെ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ട്? ഇതുവരെ ഞാൻ പല നേതാക്കളെയും കണ്ടു, സംസാരിച്ചു. ഞങ്ങൾക്ക് ഇതിൽ സംസാരിക്കാൻ അധികാരമില്ല എന്നാ പറയണത്. അധികാരി വർഗത്തെ ഒരു ഭയപ്പെടുകയാണോ? അല്ല, ഇവർക്ക് മോളിൽ നിന്ന് നിർദ്ദേശം എന്നാ പറയുന്നത്. കരുവന്നൂർ വിഷയത്തിൽ സംസാരിക്കരുതെന്ന് ജില്ലാ കമ്മിറ്റി. അല്ല, സംസാരിക്കാതെ ആ വിഷയം എങ്ങനെ തീരും? എനിക്കറിയില്ല. ജില്ലാ കമ്മിറ്റി സംസാരിച്ചോളും. ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയും. ജില്ലാ സെക്രട്ടറി വർഗീസ് അയ്യണ്ണനെ പലതവണ ഫോണിൽ വിളിച്ചു. എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു, എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു. ഇദ്ദേഹം ഫോൺ എടുക്കില്ല. ഒരു തവണ എൻ്റെ വൈഫ് വിളിച്ച് ഫോൺ എടുത്തു, കാര്യം പറഞ്ഞു. പിന്നെ ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചാൽ അതിന് എടുക്കില്ല. എനിക്ക് തോന്നുന്നത് ഫലത്തിൽ ആരും താങ്കളോട് പ്രതികരിക്കാനില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ് താങ്കൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോയതെന്ന് ഞാൻ മനസ്സിലാക്കി. ആകെ ഒരാൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ലോക്കൽ നേതാവാണ്. എൻ്റെ ട്യൂമർ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കാണണമെന്ന് വാശി പിടിച്ചിട്ട് ഒരു ലേഡി, ഒരു സുഹൃത്തിന്റെ വൈഫ്, ലേഡിയുടെ കൂടെ ഒരാൾ വീട്ടിൽ വന്നു. ലോക്കൽ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുകളിൽ കുറെ അലിഗേഷനൊക്കെ ഉള്ള ആളാണ്. 2 വലിയ ക്രൈം കേസൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, എന്താ ഗേറ്റിൽ വീട് വെക്കുന്ന എഴുതി വെച്ചേക്കണേ? അത് പാർട്ടി അവമതിപ്പെടുത്താനല്ലേ? ഞാൻ പറഞ്ഞു, എന്റെ പാർട്ടി ഓഫീസ് വെക്കുന്ന എഴുതി വെച്ചേക്കണേ, എന്റെ വീട് വെക്കുന്നല്ലേ? അതിനുമില്ല അവകാശം. അങ്ങനെ നിന്റെ പാർട്ടിനെ അവമതിപ്പെടുത്തുക? നിന്റെ പാർട്ടി എന്ന് പറയുന്നത് നിന്റെ ഒറ്റയ്ക്ക് പാർട്ടി അല്ല. അത് നിന്നെ പോലുള്ള ആൾക്കാർ പണിയെടുത്തുണ്ടാക്കിയ സാധനമാണ്. അതിനെ കയറിയിട്ട് നിന്റെ പാർട്ടി എന്ന് പറയണ്ട. വല്ല ഞാൻ ചൂടാവാൻ പറഞ്ഞതല്ല. ലജ്ജയില്ലേ ഇവർക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട്? വീടിന്റെ മുമ്പിൽ ബോർഡ് വെച്ചിരുന്നോ വീട് വിൽക്കാനുണ്ടെന്ന്? ബോർഡ് വെച്ചു. ആ ബോർഡ് ഇപ്പോഴും അവിടെ ഉണ്ടോ? ആ ബോർഡ് ഇപ്പോഴും അവിടെ ഉണ്ട്. ഉണ്ട് അല്ലേ? അപ്പൊ ഈ താങ്കൾക്ക് ഒരു മാസം ചികിത്സയ്ക്കൊക്കെ എത്ര രൂപ വേണോ? ഇപ്പൊ എങ്ങനെയാ താങ്കളുടെ ഫിസിക്കൽ കണ്ടീഷൻ? ഈ ചെവി ഇല്ല, അതുകൊണ്ടാണ് ഈ വെച്ചിട്ടുള്ളത്. ഒരു ചെവി പോയിട്ടുണ്ട്. പിന്നെ ഇനി ട്യൂമറാണ്. ചികിത്സയ്ക്ക് ഒരുപാട് പണം ആവശ്യമുണ്ടോ? എന്താ കാര്യം വെച്ചാല് ഇതില് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. എന്നുവെച്ചാല് മാഷ് ഇങ്ങനെ നോക്കും, മാഷ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വിചാരിച്ചു. മാഷിന്റെ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് എന്താണ് അസുഖം എന്ന് താങ്കൾക്ക് അറിയാമോ? അറിയോ? അറിയില്ല. അദ്ദേഹം മയോ ക്ലിനിക്കിന് പോകേണ്ടത് മാത്രം അറിയാം അല്ലേ? അത് പത്രം കൂടെ വന്നു. മയോ ക്ലിനിക്കിൽ പോയിട്ട് എന്തിനാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല. അത് അയാളുടെ പേഴ്സണലാണ്, നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല. യെസ്, എന്റെ അസുഖം ഞാൻ ഒരാളോടും പറയാറില്ല.
ഞാനത് ഞാൻ സ്വകാര്യ ചോദിക്കുന്നതല്ല, താങ്കളുടെ ആ സ്വകാര്യ രഹസ്യ സ്വഭാവം ഞാൻ മാനിക്കുന്നു. എന്നാൽ താങ്കൾ അതാണ് പറഞ്ഞു വന്നത് സാറേ. ആ ഞാൻ തീർത്തും സ്വകാര്യമാക്കി വെച്ച അസുഖ വിവരങ്ങൾ മുഴുവൻ നാട്ടിലെ പാട്ടാണ്. എനിക്ക് 2 തവണ ട്യൂമർ വന്നു, 21 സർജറി കഴിഞ്ഞു. എൻ്റെ മക്കളോട് കോളേജിൽ പോകുമ്പോൾ അധ്യാപകരും കുട്ടികളും ചോദിച്ചു, അപ്പൻ്റെ സ്റ്റേജ് ഏതാണ്, ട്യൂമറിൻ്റെ സ്റ്റേജ് ഏതാണ്? ഈ കുട്ടി കരഞ്ഞിട്ട് വരാം. മോന് സെം എക്സാമുകൾ നടക്കുന്ന സമയത്ത് പത്രവാർത്തകൾ കണ്ടിട്ട് അവനെ ആൾക്കാർ ഡിസ്റ്റർബ് ചെയ്യുക. ഡിസ്റ്റർബ് മീൻസ് കുറ്റപ്പെടുത്തല്ലേ ചെയ്യണേ. എടാ മാനുവൽ അപ്പനാണോ, എന്താണ് ഇപ്പോൾ സ്റ്റേജ്? എത്ര ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് എങ്ങനെ സമാധാനമായിട്ട് പഠിക്കാൻ പറ്റും, എങ്ങനെ ജീവിക്കാൻ പറ്റും? അത് ഈ കരുവന്നൂർ ബാങ്കിൽ അസുഖമുണ്ടെങ്കിൽ ചികിത്സയ്ക്ക് പൈസ തരാം. CMDRF എന്നല്ല, നമ്മൾ നിക്ഷേപിച്ച പൈസ പലിശയില്ലാതെ എപ്പോഴും കൊടുക്കണം. 3 കൊല്ലമൊന്നും ആർക്കും പലിശ കൊടുക്കുന്നില്ല. ഇവർ നുണകളാണ് പടച്ചു വിടുന്നത്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, എൻ്റെ തൊട്ട വീട്ടിലത്തെയാണ്. അദ്ദേഹത്തിന് 2019 ഡ്യൂ ആയി കിടക്കുന്ന പൈസ നിങ്ങൾ പുതുക്കിയിട്ടില്ല, 2019 ബേസ് എമൗണ്ട് തരാം മേടിച്ചിട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ ആള് പറഞ്ഞു ശരി പലിശ പോക്കോട്ടെ, ഉള്ളത് ഇതാ. ഇങ്ങനെയാണ് പലരും പൈസ മേടിച്ചിട്ട് പോണത്. ആ കൊള്ളയാണ് നടക്കുന്നത്. സർക്കാർ നിശ്ചയിച്ച അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ 3 അഡ്മിനിസ്ട്രേറ്റർ. നമ്മൾ പലിശ വേണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി പണം തരാനുള്ള അവസ്ഥയിലാണോ കരുവന്നൂർ ബാങ്ക്? ചെറിയ പൈസകളെ കൊടുക്കുന്നുള്ളൂ, വലിയ പൈസ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല. ഇല്ല, വലിയ പൈസ ഇട്ടവരെ ആൾക്കാരൊക്കെ ട്രാപ്ഡാണ്. ഇപ്പോ താങ്കളുടെ ഉത്തരവാദിത്വത്തിൽ താങ്കളുടെ സഹോദരിയുടെയും ഒക്കെ നിക്ഷേപം അവിടെ ഉണ്ടല്ലോ. അപ്പൊ അവര് എന്തോ അവസ്ഥയിലാണ് ഇപ്പോ? എൻ്റെ സാറേ, ഈ സംഗതി അപ്പനമ്മമാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡെപ്പോസിറ്റ് എൻ്റെ പേരിൽ ഒറ്റ നോമിനിയാക്കിയിട്ടാണ് വെച്ചത്. 3 പേരുടെ വെക്കാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്ന മാനേജർ പറഞ്ഞു 3 പേരെ നോമിനി വെക്കാൻ പറ്റില്ല, ഒരാളുടെ പേര് പറയും. അതാ ജോഷിയുടെ പേരിൽ ഇട്ട് കൊടുത്താൽ പോരെ, നിങ്ങളുടെ കാലശേഷം അവൻ ചെയ്തുള്ള ഭംഗിയായിട്ട്. അവർക്ക് നമ്മളെ വിശ്വാസമാണ്, നമുക്ക് അവരെ വിശ്വാസമാണ്. പക്ഷെ കാശ് തരില്ല. ഈ വഴി കൂടെ പോയ ആൾക്കാർക്ക് മുഴുവൻ കാശ് എടുത്ത് കൊടുത്തും കാഞ്ഞ് കുട്ടിച്ചാക്കുകളിൽ കാശ് നിറച്ചു കൊടുക്കാന്ന് വെച്ചാൽ അവരെ റെക്കോർഡ് പരിശോധിക്കോ, അവർ അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ല ചെയ്തേക്കണത്. പലപ്പോഴും 50 ലക്ഷം രൂപകൾ കുട്ടിച്ചാക്കിൽ നിറച്ചാൽ കൊടുത്തിട്ടുള്ളത്. ഇവര് എത്ര പൈസ എങ്ങനെ കൊടുത്തു എന്നവർ പറയട്ടെ. ഞങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച പൈസ അല്ലേ, ഞങ്ങളോട് ബോധിപ്പിക്കണ്ടേ? ഇവരെങ്ങനെ പൈസ കൊടുത്തില്ലെന്ന് പറയട്ടെ. എന്താ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറയണേ? കാശ് എടുത്ത് കൊടുക്കാൻ ആരാ അധികാരം കൊടുത്തേ? ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 70,000-80,000 രൂപ ശമ്പളം മേടിക്കാനുള്ള മാനേജർ പോസ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് മേടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ചക്രക്കുടത്തിൽ കൈയിട്ട് കഴിഞ്ഞ് വഴി കൂടെ പോകുന്ന ആൾക്കാർക്ക് എടുത്തു കൊടുത്ത് ഇതിനകത്ത് ജോഷി ആന്റണിയുടെ ഒരു വിശ്വാസത്തിൽ ഈ യഥാർത്ഥത്തിൽ ഇതിൽ ഇപ്പോൾ നമ്മൾ പ്രതികളെന്ന് പറഞ്ഞ കുറച്ചുപേരെ പുറത്തറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ED ഒക്കെ അന്വേഷണം തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ചില ആളുകളുടെ പേരുകളൊക്കെ പുറത്തു വന്നത്. അതുവരെ കേരള പോലീസ് അങ്ങനെ പേരുകൾ കാര്യമായി പുറത്ത് വിട്ടിരുന്നില്ല നൽകി. ഇവർ തന്നെയാണോ പ്രതികൾ, അതോ ജോഷി സംശയിക്കുന്നത് ഇതിന്റെ മുകളിൽ ഇരുട്ടത്ത് വേറെയും കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട് എന്നാണോ? പങ്ക് പറ്റിയിട്ടുള്ള ആളുകൾ വലിയ ആളുകളാണ്, അതുകൊണ്ടാണ് ഇവർ സംരക്ഷിക്കപ്പെടുന്നത്. ഒരു കാര്യം കൂടി, താങ്കൾ മുഖ്യമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും കത്തയച്ചു. ആ കത്തിന് ആരെങ്കിലും മറുപടി അയച്ചു? ഇല്ല, അയച്ചില്ല. താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ മറുപടി? തരേണ്ടതാണ് നിർബന്ധമായിട്ടും. അവര് സർക്കാർ സർവൻസ് ആണ്. 4 ദിവസം മുൻപ് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ജനാധിപത്യ രാജ്യത്തില് ജനസേവകരാണ് അധികാരികളും നീതിപീഠവും. ബാധ്യതയുള്ള ആളുകളാണ്, മറുപടി തരാൻ ബാധ്യതയുണ്ട്. ഓർഡിനറി കത്തായിരുന്നു അതോ രജിസ്റ്റേർഡ് പോസ്റ്റിലാണോ അയച്ചത്? സ്പീഡ് പോസ്റ്റിൽ അയച്ചു. അക്നോളജ്മെന്റ് മുഖ്യമന്ത്രിക്ക് മെയിലും കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇമെയിലേക്ക് മെയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കത്തിന് ഒരു മറുപടി താങ്കൾ പ്രതീക്ഷിക്കുന്നു? കാര്യം ജനുവരി 30 അടുത്തു. പ്രതീക്ഷയില്ലല്ലോ, നിർബന്ധമല്ലേ. ജനസേവകരാണെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചാലെങ്കിൽ ഓർമ്മ വരണ്ടേ? ഉറക്കം നടിക്കുന്ന ആളിനോട് വിളിച്ചു പറഞ്ഞാലെങ്കിലോ താൻ അതിന്റെ ബാധ്യതയുള്ള ആളാണെന്ന് പറഞ്ഞാൽ താങ്കൾ ആ മറുപടി വരുമെന്ന് അത്ര വലിയ പ്രതീക്ഷയിലാണ്. ഇനി വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. നിർബന്ധമായിട്ടും തന്നിരിക്കണം, അല്ലെങ്കിൽ അവർക്കില്ലാത്ത വെടുപ്പ് എന്റെ വാക്കിനുണ്ടാവും. അനുമതി തന്നേ പറ്റുള്ളൂ. ഐതർ അവർ ഇഷ്യൂ സോൾവ് ചെയ്യുക, അതിനാണ് അവർ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ കള്ളനെ പുറപ്പെട്ട് മുടിക്കാനല്ല. അവർ ഇഷ്യൂ സോൾവ് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ ഞാൻ പൈസ ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ 50,000 കൊടുത്തിട്ടുണ്ട്, 1 ലക്ഷം കൊടുത്തിട്ടുണ്ട്, എനിക്കാണോ തന്നിട്ടുള്ളത്? എനിക്ക് പണം തന്നിട്ടില്ലല്ലോ.